മക്കളെ, ഇന്ന് നമുക്ക് 7ാം ക്ലാസ്സിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. ആനുവൽ എക്സാം മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. കമൻറ്റിലുണ്ടായിരുന്നു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഗണ്ട് പഠേ ഓർ പ്രശ്നോക്കെ ഉത്തർ ലിഖിയേം എന്നാണ് ഒന്നാമത്തെ പാരഗ്രാഫ് വരുന്നത്. കേരൾ കോ ഈശ്വർ കാ അപ്നാ ദേശ് കഹാ ജാത്താ ഹൈ. യഹാം की प्राकृतिक सुंदरता पूरी दुनिया में मशहूर है. यहाँ की प्राचीन आयुर्वेदिक चिकित्सा बहुत प्रसिद्ध है. ओणम यहाँ का प्रमुख त्योहार है. केरल की कथकली नृत्य शैली की अपनी अलग पहचान है. यहाँ के मूनार के चाय के बागान पर्यटकों को आकर्षित करते हैं. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഈശ്വർ കാ അപ്നാ ദേശ് കിസേ കഹാ ജാത്താ ഹേ. ഈശ്വർ കാ അപ്നാ ദേശ്, ഈശ്വരന്റെ സ്വന്തം ദേശം എന്ന് എന്തിനെയാണ് പറയപ്പെടുന്നത്? ഏത് ദേശത്തിനെയാണ് എന്നാണ് ചോദ്യം. കേരളിലെ എവിടെ ഉണ്ട്? കേരളക്കോ, കേരളത്തിനെ ഈശ്വർ കാ അപ്നാ ദേശ് കഹാ ജാത്താ ഹേ. കേരളത്തിനെയാണ് ഈശ്വർ കാ അപ്നാ ദേശ് എന്ന് പറയപ്പെടുന്നത് അല്ലേ? അപ്പം എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? കേരൾ. രണ്ടാമത്തെ നോക്കാം. ഗണ്ട് മേ പ്രസിദ്ധ കേ ലിയേ പ്രയുക്ത ശബ്ദ കോൻ സാ ഹേ. ഈ തന്നിരിക്കുന്ന പാരഗ്രാഫില് പ്രസിദ്ധം എന്നതിന് പ്രയോഗിച്ചിരിക്കുന്ന ശബ്ദം ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? മഷ്ഹൂർ പറഞ്ഞാലാണ് എന്ത്? പ്രസിദ്ധ അല്ലെ? മഷ്ഹൂർ ദാ ഇവിടെ ഉണ്ട്, കണ്ടോ? ഇതാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്ന പ്രസിദ്ധ് എന്നതിന്റെ ശബ്ദം. കേരള की നൃത്യശൈലി ഹേ. കേരളത്തിലെ നൃത്യശൈലി എന്താ പറഞ്ഞത്? കഥകളി അല്ലേ? കഥകളി നൃത്യശൈലി. അപ്പൊ ഏതാണ് കേരളത്തിന്റെ നൃത്യശൈലി? കഥകളിയാണ്. അടുത്തത് മൂന്നാർ കിസ്കെ ലിയെ പ്രസിദ്ധ ഹേ. മൂന്നാർ എന്തിന് പ്രസിദ്ധമാണ് എന്നാണ് പറഞ്ഞത്? ചായ്ക്കേ ബഗാനോ കെ ലിയെ അല്ലേ? ഇവിടെ ഉണ്ട്, നമ്മൾ നേരത്തെ വായിച്ചതാണ്. നേരത്തെ നമ്മൾ വായിച്ചു ദാ ചായ്ക്കേ ബഗാൻ ഉണ്ടോ? അപ്പൊ ചായ്ക്കേ ബഗാനോ കെ ലിയെ. അടുത്ത സഹി പ്രസ്താവ് കോൻ സാ ഹേ എന്നാണ് ചോദ്യം. ശരിയായ പ്രസ്താവന ഏതാണ്? അതാണ് ചോദ്യം. കേരള की പ്രാചീൻ ആയുർവേദ ചികിത്സ പ്രസിദ്ധ ഹേ. കേരളത്തിന്റെ പ്രാചീന ആയുർവേദ ചികിത്സ പ്രസിദ്ധമാണ്. കേരള की ഹോമിയോ ചികിത്സ പ്രസിദ്ധ ഹേ. കേരളത്തിന്റെ ഹോമിയോ ചികിത്സ പ്രസിദ്ധമാണ്. കേരളത്തിന്റെ പ്രാചീന യുനാനി ചികിത്സ പ്രസിദ്ധമാണ്. എങ്ങനെയാണ് 3 സെന്റൻസ് തന്നിരിക്കുന്നത്? നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന പാരഗ്രാഫിൽ എന്താണ്, ഏത് ചികിത്സയാണ് പ്രസിദ്ധം എന്ന് പറഞ്ഞത്? ആയുർവേദിക് ചികിത്സ അല്ലേ? यहाँ की प्राचीन आयुर्वेदिक चिकित्सा बहुत प्रसिद्ध है എന്നിവിടെ ഉണ്ട് അല്ലേ? അപ്പൊ എന്താണ് ഇവിടെ ആൻസർ ശരിയായിട്ടുള്ളത്? കേരള की प्राचीन ആയുർവേദ ചികിത്സ പ്രസിദ്ധ ഹേ. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. പ്രസിദ്ധ ഹേ എന്നാണ് കേട്ടോ. ഇവിടെ സി പിന്നെ ദ് ഹേ, പ്രസിദ്ധ ഹേ. ഇനി രണ്ടാമത്തെ ചോദ്യം സൂചന നോക്കാം. പ്രേമക്കെ സിവ ആർ കുച്ചിനെയും പാടുക്ക അംശപടേം. പ്രേമക്കെ സിവ ആർ കുച്ചിനെയും എന്ന പാഠത്തിന്റെ തന്നിരിക്കുന്ന ഭാഗങ്ങൾ വായിച്ചതിന് ശേഷം പ്രശ്നോക്കെ ഉത്തർ ലിഖിയേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ എന്നാണ് പറഞ്ഞത്. ധർത്തി में प्रेम सबसे ताकतवर मूल्य है. ഭൂമിയിൽ സ്നേഹം ഏറ്റവും താക്കത്വർ, ഏറ്റവും ശക്തിയുള്ളതാണ് അല്ലേ? വളരെ ശക്തിയുള്ളതാണ് എന്ന് പറയുന്നത്. യഹി ഇൻസാൻ കെ ഭീത്തർ സമർപ്പൺ ലാ സക്താ ഹെ. പ്രസ്താവ് പഠേം സഹി വികൽപ്പ് ചുൻകർ ലിഖേം എന്നാണ് ഒന്നാമത്തെ ചോദ്യം. പ്രേം ഇൻസാൻ കെ ഭീത്തർ സമർപ്പൺ ലാത്താ ഹെ. നമ്മളിവിടെ എന്താ വായിച്ചത്? പ്രേം ഇൻസാൻ കെ ഭീത്തർ സമർപ്പൺ ലാ സക്താ ഹെ അല്ലേ? അപ്പൊ ഇത് ശരിയാണ്. അതുപോലെ തന്നെ സബീസെ പ്രേം കരെ, എല്ലാവരെയും സ്നേഹിക്കൂ എന്നാണ് പറഞ്ഞത്. അതും ശരിയാണ്. പ്രേം താക്കത്തവർ നെഹി ഹോത്ത, സ്നേഹം ശക്തിയുള്ളതല്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? അല്ല. കിസിസെ പ്രേം ന കരെ, ആരെയും സ്നേഹിക്കരുത് എന്ന്.
അതും ശരിയാണോ? അതും ശരിയല്ല. അപ്പൊ ശരിയുള്ളത് ഏതാണ്? ആ ഈ അതാണ് അല്ലേ. അപ്പൊ ശരിയായ വികല്പം നമ്മൾ തിരഞ്ഞെടുക്കണം. ആ ഈ സഹി ഹേ. ആയും ഈയും ശരിയാണ്. കണ്ടോ? ആ ഈ സഹി ഹേ. ആയും ഈയുമാണ് ശരി. നമ്മളിങ്ങനെ നോക്കി കണ്ടെത്തിയതിന് ശേഷം ആൻസർ എഴുതുക. ആ ഈ സഹി ഹേ. ആയും ഈയും ശരിയാണ്. അടുത്തത് ഹമേം ദൂസരോ സേ സ്നേഹിൽ വ്യവഹാർ കർണ ചാഹിയെ. നമ്മൾ മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറണം. ഉപയുക്ത വിഷയ पर एक ലഘുലേഖ ലിഖിയും. ഇവിടെ തന്നിരിക്കുന്ന വിഷയത്തിൽ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? ഒരു ലഘുലേഖ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച കാര്യം തന്നെയാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട്, നോക്കാം. പ്രേം ഓർ സ്നേഹസെ, അതായത് പ്രേം കെ സിവ ഓർ കുച്ച് നഹി എന്ന പാഠത്തിൽ ഈ ചോദ്യമുണ്ട്, നമ്മൾ എഴുതി പഠിച്ചതാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. प्रेम और स्नेह से बढ़कर इस संसार मनुष्य के लिए और कोई अच्छी बात नहीं हो सकती. जीवन को तनाव रहित और सामान्य बनाए रखने में प्रेम और स्नेह महत्वपूर्ण भूमिका निभाते हैं. सभी मनुष्य एक ही ईश्वर की संतान है. सब में ईश्वर का अंश होता है. इसलिए हमें सबके साथ प्रेम पूर्ण व्यवहार करना चाहिए. സബി മനുഷ്യ, എല്ലാ മനുഷ്യരും ഏക ഹി ഈശ്വർ കി സന്താന ഹെ, ഒരേ ഈശ്വരന്റെ സന്താനങ്ങളാണ്. ഇവിടെ മുതൽ എഴുതിയാലും മതി കേട്ടോ. നിങ്ങൾ ഇവിടെ മുതൽ എഴുതിയാലും മതി. सभी मनुष्य एक ही ईश्वर की संतान है. सब में ईश्वर का अंश होता है. എല്ലാവരിലും ഈശ്വരന്റെ അംശമുണ്ട്. इसलिए हमें सबके साथ പ്രേമപൂർണ്ണ വ്യവഹാർ കർണ ചാഹിയെ. ഇതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണം. പ്രേമപൂർണ്ണ വ്യവഹാർ സേ ശത്രു ബി മിത്ര ബൻ ജാത്തെ ഹെ. സ്നേഹപൂർണമായിട്ടുള്ള പെരുമാറ്റത്തിൽ നിന്നും ശത്രുക്കൾ പോലും മിത്രമായി മാറുന്നു. ജന്മ സേ ന കോയി കിസി കാ മിത്ര ഹോത്താ ഹെ ന കോയി കിസി കാ ശത്രു. ജന്മ സേ ന കോയി കിസി കാ മിത്ര ഹോത്താ ഹെ ന കോയി ശത്രു. ജന്മം കൊണ്ട് ആർക്കും മിത്രവും അതുപോലെ തന്നെ ശത്രുവും ഉണ്ടാവുന്നില്ല അല്ലേ. ഹം അപ്പനെ പ്രേം ഓർ സ്നേഹ സേ ഹി കിസി സേ നസ്തീക്കി അഥവാ ദൂരി ബനാത്തെ ഹെ. നമ്മൾ നമ്മുടെ अपने प्रेम और स्नेह से ही किसी से नजदीकी अथवा दूरी बनाते हैं. प्रेम बहुत नाजुक होता है. हमें इस प्रेम और स्नेह को सदा बनाए रखना चाहिए. അത്രയാണ് നമ്മൾ ആ ലേഖനം എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. सूचना, हाथियों की रघुसर पाठ का अंश पढ़ें और प्रश्नों के उत्तर लिखें. हाथियों की रघुसर എന്ന പാഠത്തിന്റെ ഭാഗമാണ് തന്നിരിക്കുന്നത്. വായിച്ചതിന് ശേഷം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. കേരൾ और തമിഴ്നാടു की सीमा पर बसे जंगल की बात है. കേരളത്തിനും തമിഴ്നാടുവിനും കേരളത്തിൻ്റെയും തമിഴ്നാടുവിൻ്റെയും അതിർത്തിയിൽ വസിക്കുന്ന ജംഗൽ കി ബാത്ത്, കാടിൻ്റെ കാര്യമാണ് പറയുന്നത്. ഏക് ഹത്തിനി അപ്പനെ ദോ ബച്ചോ കെ സാത്ത് സടക്ക് പാർ കർ രഹി ഥി. ഒരു പെണ്ണാന തൻ്റെ 2 കുട്ടികളോടൊപ്പം റോഡ് ക്രോസ് ചെയ്യുകയായിരുന്നു. വാക്യവും കോ ക്രമബന്ധ് കർക്കെ ലിഖിയും എന്നാണ് ഒന്നാമത്തെ ചോദ്യം. വാക്യത്തിനെ ക്രമത്തിലാക്കിയത്, തന്നിരിക്കുന്നത് ഓർഡറിലല്ല, നമ്മൾ എന്ത് ചെയ്യണത്? ഓർഡറാക്കി എഴുതുക. അത് നമുക്ക് വായിച്ചു നോക്കാം. ചോട്ടേക്ക് ഊഞ്ചായി ഡിവൈഡർ ജിത്തനി ഹിദി. ആ ചെറിയ കുട്ടിയുടെ ഉയരത്തിൻ്റെ അത്രയായിരുന്നു ഡിവൈഡർ ഉണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞത്. ഹത്തിനീനെ ബച്ചോം കോ സൂണ്ട് സെ സഹാര ദിയ. പെണ്ണാന കുട്ടിയെ തുമ്പിക്കൈ കൊണ്ട് സഹായം നൽകി. സഹാര ആശ്രയം നൽകുക, അതിന് അവിടെ നിന്ന് പോരാൻ വേണ്ടിയിട്ട് സഹായിക്കുക. ബച്ചേ സെ ഡിവൈഡർ പാർ നഹി ഹോ രഹാ ഥാ. കുട്ടിക്ക് ഡിവൈഡർ ക്രോസ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. സടക്ക് ഓർ ജംഗൽ കെ ബീച്ച് ഡിവൈഡർ ബനാ ഥാ. റോഡിനും കാടിനും ഇടയിലായിട്ട് ഡിവൈഡർ
വെച്ചിട്ടുണ്ടായിരുന്നു, നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ഒന്നാമത്തെ വരി അല്ലെ. ഒന്നാമത്തെ എന്താണ്? റോഡിനും കാടിനും നടുവിലായിട്ട് ഡിവൈഡർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ചോട്ടേക്ക് ഊഞ്ചായി, ആ ചെറിയ ആനക്കുട്ടിയുടെ ഉയരവും ഡിവൈഡറിന്റെ ഉയരവും സമമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്? ബച്ചേസെ ഡിവൈഡർ പാർ നഹി ഹോ രഹാദ, ആ ചെറിയ കുട്ടിക്ക് ഡിവൈഡർ ക്രോസ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ പെണ്ണാൻ എന്ത് ചെയ്തു? തുമ്പിക്കൈ കൊണ്ട് ആശ്രയം നൽകി, തുമ്പിക്കൈയിട്ട് സഹായിച്ചു അല്ലെ, അതിനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടുന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചു. और शब्द से नीचे दिए वाक्यों को जोड़ेയും എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ബച്ചെ ബീച്ച് മേ ദേ और ഇവിടെ അങ്ങോട്ട് और ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ബച്ചെ ബീച്ച് മേ ദേ और बड़े हाथियों ने उन्हें चारों तरफ से घेर रखा था. भैया हमारी चिड़िया റാണി കവിത का अंश पढ़ें, പ്രശ്നों के उत्तर लिखिയും എന്നാണ് അടുത്ത ചോദ്യം. ഭയ്യാ ഹമാരി ചിടിയ റാണിയുടെ വരികളാണ് തന്നിരിക്കുന്നത്. അത് വായിച്ചതിന് ശേഷം താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. കവിതാംശ മേ പങ്ക് കെ ലിയെ പ്രയുക്ത ശബ്ദ കോൻസാ ഹേ എന്നാണ് ചോദ്യം. കവിതയിൽ പങ്ക് എന്നതിന് പ്രയോഗിച്ചിരിക്കുന്ന ശബ്ദം ഏതാണ്? ഏതാണ്? पर ले, पर निगलेंगे, पंगने अदा പ്രയോഗിച്ചിരിക്കുന്നത് पर. फिर जब उनके पर निगलेंगे, പിന്നീട് എപ്പോഴാണോ അതിനെ ചിറക് മുളയ്ക്കുന്നത്? കവിതാംശ സേ നിമ്നലിഖിത ആശയ വാലി പങ്ക്തിയാൻ ചുൻകർ ലിഖേ, പിന്നെ ഈ കവിതയിൽ നിന്നും തന്നിരിക്കുന്ന ആശയമുള്ള വരികൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ നോക്കാം. ഹമാരി ചിടിയ റാണി ഭയ തു രോന മത് എന്നർത്ഥം വരുന്ന വരിയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. തു രോന മത് ചിടിയ റാണി ഭയ ഹമാരി ചിടിയ റാണി, ഇതാണ് ഒന്നാമത്തത്. ഹമാരി ചിടിയ റാണി ഭയ തു രോനാമത്ത്, ഞങ്ങളുടെ ചിടിയ റാണി ഭയ നീ കരയരുത് എന്ന് പറഞ്ഞല്ലോ, അത് അർത്ഥം വരുന്ന വരിയാണിത്. ജബ് ബച്ചേ ഭയാ ബൻകർ ഉഡ് ജായേങ്കെ തോ ഹം മാതാ ചിടിയ കെ പാസ് രഹേങ്കെ, എപ്പോഴാണോ കുട്ടികൾ ഭയ ചിടിയായിട്ട് പറന്നു പോകുന്നത് അപ്പോൾ ഞങ്ങൾ ചിടിയയുടെ അമ്മ ചിടിയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും എന്നർത്ഥം വരുന്ന വരി ഏതാണ്? ഉഡ് ജായേങ്കെ, ഇതാണ് ആ വരി അല്ലേ. ഉഡ് ജായേങ്കെ ഭയാ ബനേങ്കെ ഹം തബ് തേരെ പാസ് രഹേങ്കെ, ഈ രണ്ട് വരിയാണ് രണ്ടാമത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതിലുള്ള രണ്ടാമത്തെ കേട്ടോ. ഇതൊന്ന്, ഇത് രണ്ട്. ജബ് ബച്ചേ ഭയാ ബൻകർ ഉഡ് ജായേങ്കെ, അതാണ് ഇവിടെ കേട്ടോ. ഉഡ് ജായേങ്കെ ഭയാ ബനേങ്കെ, അത്. ഇനി അടുത്ത് നോക്കാം. ഗുദ്സേ പ്യാർ കവിതയുടെ ഭാഗമാണ് വായിച്ചിട്ട് ആൻസർ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ബാദൽ അപ്പനെ ജൽസെ ഇത്തന പ്യാർ കരേക്ക് ബഹുദേ സഗേ ജൽ ദുനിയാ കോബി, അത്രയാണ് വരികളുള്ളത്. कवितांश से निम्नलिखित आशय वाली पंक्तियां चुनकर लिखिए. बादल अपने पानी से प्यार करे, ബാദൽ തൻ്റെ വെള്ളത്തെ സ്നേഹിക്കുന്നു എന്നർത്ഥം വരുന്ന വരിയാണ് നമ്മളോട് തെരഞ്ഞെടുത്ത് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതാണ് ആ വരി വരുന്നത്? ബാദൽ അപ്പനെ ജൽസെ ഇത്തന പ്യാർ കരേ അല്ലേ. ബാദൽ തൻ്റെ വെള്ളത്തിനെ പ്യാർ കരേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് വരിയാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് ദുനിയ, അതുപോലെ തന്നെ പ്യാർ ജൽ. സഹി മിലാനാണ് പറഞ്ഞിരിക്കുന്നത്. സഹി മിലാൻ, ശരിയായത് ചേർക്കണം. അപ്പോൾ നമുക്ക് ദുനിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ദുനിയ എന്ന് പറഞ്ഞാൽ സംസാറാണ് അല്ലേ. ദുനിയ സംസാർ. ഇനി നമുക്ക് വേറെ നിറെടുക്കട്ടോ, മഷി മാറ്റിയെടുക്കുക. മഷി മാറ്റിയെടുത്തിട്ട് ചെയ്യാം. അപ്പം പ്യാർ എന്നുള്ളതോ, പ്യാർ പറഞ്ഞാലും സ്നേഹമാണ്, പ്രേം എന്ന് പറഞ്ഞാലും സ്നേഹമാണ്. അപ്പോൾ പ്യാറിൻ്റെ എന്താണ്? പ്രേമാണ്. പ്യാർ പ്രേം. ദുനിയ സംസാർ, പ്യാർ പ്രേം. ജൽ എന്താ? ജൽ പറഞ്ഞാൽ എന്താണ്? പാനിയാണ് അല്ലേ. ജൽ പാനി. ഇനി അടുത്ത് നോക്കാം. സൂചന ഖണ്ഡ് പഠയം ഓർ പ്രശ്നമൊക്കെ ഉത്തരലിഖിए. താഴെ തന്നിരിക്കുന്ന പാരഗ്രാഫ് വായിച്ചിട്ട് ചോദ്യത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ് ചോട്ടെ സെ ഗാവ് മേ പ്ലാസ്റ്റിക് പൂരി തരഹ സെ പ്രതിബന്ധിത് ഹെ. ഈ ചെറിയ ഗ്രാമത്തിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. പൂരെ ഗാവ് മേ ജഗഹ് ജഗഹ് ബാംസ്
बांस से बने हुए डस्टबिन लगाए गए हैं. ഗ്രാമത്തിലെ ജഗ ജഗ പലയിടങ്ങളിലായിട്ടും മുള കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഡസ്റ്റ്ബിൻ സ്ഥാപിച്ചിട്ടുണ്ട്. ഗാവ് മേ ജഗ ജഗ ഡസ്റ്റ്ബിൻ ക്യോം ലഗായ ഗയേ ഹെ. ഗ്രാമത്തിലെ എല്ലാ സ്ഥലങ്ങളിലായിട്ട് ഡസ്റ്റ്ബിൻ സ്ഥാപിച്ചത് എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. ഇസ് ചോട്ടേ സേ ഗാവ് മേ പ്ലാസ്റ്റിക് പൂരി തരസെ പ്രതിബന്ധിത. ഈ ചെറിയ ഗ്രാമത്തിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും നിരോധിച്ചിരുന്നു. അതുകൊണ്ട് അതൊക്കെ പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ വേസ്റ്റുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്, ഡസ്റ്റ്ബിൻ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. साफ सफाई का संदेश देते हुए പോസ്റ്റർ തയ്യാർ കരേം. സാഫ് സഫായി എന്ന ചാപ്റ്ററിന്റെ സന്ദേശം എഴുതിക്കൊണ്ട് പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സന്ദേശവാക്യം നിങ്ങൾ പഠിച്ചത് കയ്യിലുണ്ടെങ്കിൽ വെച്ചിട്ട് എഴുതുക. സാഫ് സഫായി, സാഫ് സഫായി മേ അവൽ ഗാവ് നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ അതിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട് ഒരു പോസ്റ്റർ സാഫ് സഫായിൻ്റെ, അത് എഴുതിയാലും മതി. ഇനി നമുക്ക് അഞ്ചാമത്തെ നോക്കാം. ഗാന്ധിജി की नामक कथा कहानी का अंश पढ़े और प्रश्नों के उत्तर लिखें. ഗാന്ധിജി की नामक കഥ എന്ന കഹാനിയിലെ ഭാഗം വായിക്കുക എന്നൊരു ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. गांधी सालों पहले अपने कुछ साथियों के साथ अहमदाबाद से पैदल दांडी नाम के समुद्र किनारे से गाँव चल पड़े. गांधी सालों पहले ഗാന്ധിജി കുറേ വർഷങ്ങൾക്ക് മുമ്പ് അപ്പനെ കുറിച്ച് സാത്തിയോക്കെ സാത്ത് തൻ്റെ കുറച്ച് കൂട്ടുകാരോടൊപ്പം അഹമ്മദാബാദിൽ നിന്നും പൈതൽ കാൽനടയായിട്ട് ദണ്ഡി നാമക്കെ സമുദ്ര കിനാരേക്കെ ഗാവ് ചൽപ്പടെ. ദണ്ഡി എന്ന പേരായിട്ടുള്ള സമുദ്ര തീരത്തുള്ള ഗ്രാമത്തിലേക്ക് നടന്നു. ഗാന്ധിജിനെ അപ്പനെ ദണ്ഡിയാത്ര കഹാം സേ ശുരു കി എന്നാണ് ചോദ്യം. ഗാന്ധിജി തൻ്റെ ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? ശുരു പറഞ്ഞ ആരംഭം. ആരംഭം എവിടെ നിന്നായിരുന്നു? ഗാന്ധിജി സാലോം ബാലെ കുറിച്ച് സാധ്യമൊക്കെ അഹമ്മദാബാദ് അല്ലേ. അഹമ്മദാബാദിൽ നിന്നായിരുന്നു തുടക്കം ആരംഭിച്ചത്. അഹമ്മദാബാദ്. आपके स्कूल में गांधी जी का जन्मदिन मनाया जाने वाला है. इस अवसर पर भाषण प्रतियोगिता का आयोजन होने वाला है. इस कार्यक्रम के लिए एक उद्घोषणा तैयार करें. അപ്പോൾ ഉദ്ഘോഷണ തയ്യാറാക്കിയത് നോക്കാം. प्यारे बच्चों ध्यान दीजिए, हमारे स्कूल में गांधी जी का जन्मदिन मनाया जाने वाला है. इस अवसर पर भाषण प्रतियोगिता का आयोजन होने वाला है. सभी छात्र इसमें भाग लें. ഈ അവസരത്തിൽ ഭാഷൺ പ്രതിയോഗിതയുടെ മത്സരം ഉണ്ടായിരിക്കുന്നതാണ്. സബി ഛാത്ര ഇസ്മേ ഭാഗിലെ എല്ലാ വിദ്യാർത്ഥികളും ഇതിൽ പങ്കെടുക്കണം. അതാണ് നമ്മൾ എഴുതിയ ഉദ്ഘോഷണ. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നോക്കാം. തും ജിയോ അസാരോം സാൽ എന്ന പാഠത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. തും ജിയോ അസാരോം സാൽ സാൽ കെ ദിൻ ഹോ 50 അസാർ. കഹാനിക്കായി അംശ പഠേം और प्रश्नों के उत्तर लिखिए എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഥയിൽ തന്നിരിക്കുന്ന കഥയുടെ ഭാഗം വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നിമ്മിനെ നാനാക്കോ കാർഡ് ദിക്കായ और बोली. നിമ്മി നാനയ്ക്ക് മുത്തശ്ശന് കാർഡ് കാണിച്ചു കൊടുത്തു. ബർത്ത്ഡേ കാർഡ് ഉണ്ടല്ലോ, ബർത്ത്ഡേ കാർഡ് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു നാനാ പർ 50 ഹസാർ തോ ബഹുത്ത് ജ്യാദാ ഹോത്താ ഹെ. നാനാ പക്ഷേ 50 ഹസാർ എന്നൊക്കെ പറയുന്നത് കുറച്ച് കൂടുതലാണ് എന്ന് പറയാണ്. ഹോത്താ ഹേന കുറച്ച് കൂടുതലല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. നിമ്മിനെ കിസേ കാർഡ് ദിഗായ. നിമ്മി ആർക്കാണ് കാർഡ് കാണിച്ചു കൊടുത്തത്? ഒന്നാമത്തെ ചോദ്യം അതാണ്. നിമ്മി നാനാജി യഹ് ദേക്കിയ ബർത്ത്ഡേ കാർഡ്. നിമ്മി പറയാണ് നാനാജി ഇത് നോക്കൂ, ബർത്ത്ഡേ കാർഡ് നോക്കൂ എന്ന് പറയുന്നു. ഇനി ബാക്കി നമ്മൾ എഴുതണം. വാർത്താലാപ് നോക്കാം. നാനാജി യഹ് ദേക്കിയ ബർത്ത്ഡേ കാർഡ് ഏ കിസ്നെ ദിയ. അപ്പം നാനാജി ചോദിക്കുകയാണ് ഇത് ആരാണ് തന്നത്? വിനോദ് അങ്കിൾ. അതിന് മറുപടി എന്താണ്? വിനോദ് അങ്കിളാണ് തന്നത്. ഇസ്മേ അച്ചാർ ഷുർ ഹേ. ഇതിൽ നല്ലൊരു
ഷേർ ഈരടി ഉണ്ട് എന്ന് പറയാണ്. നാനാ പർ 50,000 തോ ബഹുത്ത് സ്യാദാ ഹോത്തായ. പക്ഷേ 50,000 എന്നൊക്കെ പറയുന്നത് വളരെ കൂടുതലാണ്. യഹ് മിർസ ഗാലിബ് കി ഷേർ ഹേ. ഇത് മിർസ ഗാലിബിൻ്റെ ഷേറാണ്, ഈരടികളാണ്. മിർസ ഗാലിബ് വഹ് കോൻ ഹേ. മിർസ ഗാലിബ് മിർസ ഗാലിബ് ആരാണ്? ഉറുദു കാ ഷായർ ഹേ. ഉറുദുവിലെ കവിയാണ് മിർസ ഗാലിബ്. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത്. ക്വസ്റ്റ്യനിലെല്ലാം ആൻസർ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.